തമ്പുരാൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ മാസം, അതായത് മെയ് മാസത്തേതായ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ ജന്മ ജാതകത്തിന് അനുസൃതമായിട്ടായിരിക്കും നിങ്ങളുടേതായ ഫലവും വ്യത്യാസം ഉണ്ടാവുക. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന സമയത്തെ ഗ്രഹങ്ങളുടേതായ നിലവാരം അനുസരിച്ച് അത് ഏതൊരു രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ അതിനനുസൃതമായിട്ടുള്ള ഫലമായിരിക്കും വരിക. ഇപ്പൊ മേടം രാശിക്കാരെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് മേടം രാശിക്കുള്ളിൽ ബുധനും സൂര്യനും സഞ്ചാരം നടത്തുന്ന കാലമാണ്. ഇടവം രാശിക്കുള്ളിൽ ശുക്രനും, മിഥുനം രാശിക്കുള്ളിൽ വ്യാഴവും, അതുപോലെ തന്നെ ചിങ്ങം രാശിക്കുള്ളിൽ കേതുവും, കുംഭം രാശിക്കുള്ളിൽ സർപ്പവും, മീനം രാശിക്കുള്ളിൽ ചൊവ്വയും ശനിയും സഞ്ചാരം നടത്തുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ മേടം രാശിക്കാർക്ക് ഇപ്പോൾ ഈ മാസത്തിൽ എങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സ്വയം വരുത്തണം? നമ്മൾ എന്ത് കാര്യങ്ങളും സ്വയം മാറ്റം വരുത്തുമ്പോഴാണ് നമുക്കൊരു മാറ്റത്തെ ഉണ്ടാക്കാനായിട്ട് കഴിയുക. അതാണ് എപ്പോഴും ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ മേടം രാശിക്കുള്ളിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മുൻകോപമൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സാഹചര്യം വരും. അതായത് ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റിക്കുക, കുറച്ച് കഴിയട്ടെ എന്ന് പറയുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഒരു അക്രമവാസന, അതായത് എടുത്തുചാട്ടം, മുൻ ദേഷ്യത്തോടെ എടുത്തു ചാടി ചില പ്രശ്നങ്ങളിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് ക്ഷമ ഉണ്ടാവില്ല നിങ്ങൾക്ക്. എന്തിനും ഏതും പെട്ടെന്ന് നടക്കണമെന്ന ചിന്താഗതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ. അപ്പോൾ സൂര്യൻ്റെതായ ചിന്താഗതി മേടം രാശികളിൽ നിൽക്കുമ്പോൾ അവിടെ ഈ അഗ്രസീവായ മോഡ് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത്? ബുധനും കൂടി ഒപ്പം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ബുധൻ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു സൂത്രശാലിയായ കുറുക്കന്റെ മനസ്സൊക്കെ നിങ്ങൾക്ക് വന്നെത്താം. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധി വിവേകത്തോടുകൂടി എടുത്തു ചാടുന്ന പ്രഭാവം നിങ്ങൾക്ക് തന്നെ വിനയായി മാറുകയും, കാരണം ബുധന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ബുധൻ ഒരു ചതിയനായ ഗ്രഹം കൂടിയാണ്. ടോപ്പിലേക്ക് പോക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ താഴത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. മറ്റുള്ളവരോടൊക്കെ പുറമേ ഉള്ളവരോട് വളരെയധികം മാധുര്യമായ രീതിയിലൊക്കെ സംസാരിക്കാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് കലാപരമായ വാസനകളിലൊക്കെ ഒരു മുന്നേറ്റമൊക്കെ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെയും ബുധൻ നൽകുകയും ചെയ്യും. പക്ഷേ മറ്റുള്ള ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ നൽകുന്ന സാഹചര്യങ്ങളൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ജന്മജാതകത്തിലും കൂടി മറ്റുള്ള ഗ്രഹങ്ങൾ പാതകമായിട്ട് നിൽക്കുകയാണെങ്കിൽ 100% നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം, അതായത് ബുദ്ധിശാലിയായ കുറുക്കനെന്ന് ചിന്തിക്കുന്ന വേളയിൽ തന്നെ നിങ്ങൾക്കുള്ള പൊട്ടും കാത്തു വെച്ചിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വിനയായി മാറരുതെന്ന് ആദ്യമേ തന്നെ സൂര്യന്റെയും ബുധന്റെയും ചിന്താഗതിയോടുകൂടി ഞാൻ പറയണം. അതുപോലെ കുടുംബസ്ഥാനത്ത് നിൽക്കുന്നത് ശുക്രനാണ്. അപ്പോൾ കുടുംബസ്ഥാനത്ത് കയറി ശുക്രൻ നിൽക്കുന്ന സമയത്ത് പൊതുവെ മറ്റുള്ള സ്ത്രീകളോടൊക്കെ നിങ്ങൾക്കൊരു താല്പര്യവും ഒരു ഇഷ്ടമൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരും. അതായത് അവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന ഒരു സാഹചര്യങ്ങൾ. അതുപോലെ അപ്പം പാട്ടൊക്കെ പാടുന്ന ചിന്താഗതിയൊക്കെ വന്നെത്തും. അതുപോലെ തന്നെ കവിയോ കഥ കഥയെഴുത്ത്, അതുപോലെ കവിത്വപരമായ കവിതകളൊക്കെ എഴുതുന്ന സാഹചര്യം, പെണ്ണുങ്ങൾക്കൊക്കെ പ്രേമവും ലെറ്ററൊക്കെ എഴുതുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നെത്തുന്ന സാഹചര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് എന്തായാലും നിങ്ങളോട് വലിയ മതിപ്പും ഇഷ്ടമൊക്കെ തന്നെയായിരിക്കും രണ്ടിലെ ശുക്രൻ അവിടെ നിൽക്കുന്ന വേളയിൽ. ഇതിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ടാമിടത്ത് ശുക്രൻ കയറുന്നാൽ കുടുംബത്തിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. നിങ്ങളെ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും വിഷയത്തിൽ അവരെ ബുദ്ധിമുട്ടായിട്ട് കാണുകയും അത് നിങ്ങൾക്ക് തന്നെ വിനയായി വരികയും ചെയ്യും. നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ എടുത്തുചാട്ടം കുടുംബത്തിനുള്ളിലുള്ളവർക്ക് എതിർപ്പിനും കാരണമാകും. അതുപോലെ പ്രയത്നങ്ങളുടേതായ ഭാവത്ത് നിൽക്കുന്നത് വ്യാഴമാണ്. മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് വലിയ വിലയില്ലാത്ത ഒരിടത്താണ് ചെന്ന് നിൽക്കുന്നത്. പാതകമായി പോയി ഒരിടത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ പ്രയത്നങ്ങളുടെ സ്ഥാനത്ത് വ്യാഴത്തിനെ കണക്കാക്കുന്ന സമയത്ത് ധനപരമായ കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സം എന്തായാലും വരും. ഇവിടെ സൂര്യൻ മുൻദേശത്തെ തരികയാണെങ്കിൽ ധനത്തിനുള്ള തടസ്സം എന്തായാലും അവിടെ വരുമല്ലോ. അതുകൊണ്ട് അത്തരം ചിന്താഗതിയൊക്കെ നിങ്ങൾക്ക് പരാജയത്തിനായിരിക്കും കാരണം വരിക. സൂര്യന്റെ ചിന്താഗതിയോടുകൂടി എടുത്തു ചാടിയാൽ നിങ്ങൾ ഇറങ്ങുന്നിടത്ത് നിങ്ങൾക്ക് പരാജയവും വന്നു ചേരും. അതുപോലെ വയറുവേദന, ഗ്യാസ്ട്രിക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും കുടൽ സംബന്ധപ്പെട്ട ഇടത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളും അവിടെ കൊണ്ടുതരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അതുപോലെ ഇതുവരെ സഹോദരങ്ങളുമായിട്ട് പിണക്കത്തിലൊന്നും അല്ലാത്ത ആൾക്കാരാണെങ്കിൽ സഹോദരങ്ങളുമായി വാക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ വരും. നേരത്തെ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അത് വരില്ല. ഇല്ലാത്തവർക്ക് അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മേടം രാശിയിൽ പറഞ്ഞവരൊക്കെ സഹോദരങ്ങളുമായിട്ട് നല്ല ഐക്യതയിൽ പോകാനായിട്ട് ശ്രമിക്കണം. എപ്പോഴും ആ ഒരു ചിന്താഗതി വേണം. കാരണം വ്യാഴം ഉള്ള ഐശ്വര്യത്തെ കൂടി ഇല്ലായ്മ ചെയ്യും. കാരണം പാതകമായി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെയും ഉപദേശം കേൾക്കുന്ന ഒരു സാഹചര്യം വരില്ല. സ്വന്തം ബുദ്ധിയായിരിക്കും ഏറ്റവും മികച്ചത്. അതുകൊണ്ട് ഒരല്പം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അതുപോലെ 5ാം ഭാവത്തിലേക്ക് നിൽക്കുന്ന പൂർവ്വപുണ്യ സ്ഥാനത്ത് നിൽക്കുന്നത് കേതുവാണ്. അപ്പൊ കേതുവിൻ്റെതായ ഒരു ചിന്താഗതി നമ്മൾ 5ാം ഭാവത്തിലേക്ക് കണക്കാക്കുന്ന വേളയിൽ ഇവിടെ നിങ്ങൾക്ക് കുട്ടികളുടേതായ ഒരു വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടേതായ ഒരു സാഹചര്യത്തിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്പം ജാഗ്രത വേണം. കാരണം അബോർഷനൊക്കെ ആയി പോകാനുള്ള സാധ്യതകൾ ഈ മാസം എന്തായാലും ഇവർക്കുണ്ട്. കാര്യം 5ാം ഇടം പൂർവ്വപുണ്യ സ്ഥാനത്താണ് ഈ കേതു നിൽക്കുന്നതെങ്കിലും നമുക്ക് ഒരല്പം പ്രശ്നത്തെ തരുന്ന ഒരു സാഹചര്യത്തെയാണ് എനിക്ക് അവിടെ കണക്കാക്കാനായിട്ടുള്ളത്.
അതുപോലെ ജലയാത്രകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ബോട്ടിംഗ് ഒക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ ബാത്റൂമിലൊക്കെ കുളിക്കാനൊക്കെ കയറുന്ന വേളയിൽ സോപ്പ് എന്തെങ്കിലും തറയിൽ കിടക്കുന്നോ, തറയിൽ വീഴ്ക്കലൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാലെടുത്ത് വയ്ക്കുന്നത് തറയിൽ കിടക്കും. അപ്പോൾ ആ പ്രോസസ്സിൽ ജലം നമുക്ക് എപ്പോഴും പാതകമായി വിടുന്ന സാഹചര്യം എപ്പോഴും തന്നെ ഉണ്ടാകും. അതുപോലെ കുടിക്കുന്ന ജലമൊക്കെ ആണെങ്കിലും ഒരല്പം ശ്രദ്ധിച്ച് ചൂടാക്കിയൊക്കെ കുടിക്കാനൊക്കെ ശ്രമിക്കുക. കാരണം അതുവഴി എന്തെങ്കിലും വൈറസ് ഒക്കെ വന്ന് കയറാനുള്ള സാധ്യതകളും വളരെയുണ്ട്. അതുപോലെ ഈ കേതുവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം കാശുണ്ടെങ്കിലും ധൂർത്തടിക്കാനായിട്ട് പ്രേരിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ടൂർ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രേരിപ്പിക്കുക. ഒരു വണ്ടി മാറ്റി പുതിയ വണ്ടി വാങ്ങാനോ പ്രേരണ ഒക്കെ നൽകുക. ഈ മാസം എന്തായാലും ജാഗ്രത തന്നെ വേണം. പോകുന്ന പണം തിരിച്ചു കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കിടേതായ ആവശ്യത്തിന് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അത് ഒരല്പം ജാഗ്രത പുറത്തും സൂര്യന്റെ ആ ഒരു പ്രഭാവം കാട്ടിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് നടക്കുകയും. ഒന്നാമത്തെ കാര്യം, ബുധൻ ആരുടെ ഉപദേശങ്ങൾ കേൾക്കണ്ടെന്നും കൂടി പറയുന്ന കാലമാണ്. ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യത്തിലും മാറ്റത്തെ ചിന്തിക്കേണ്ടത്. അല്ലാതെ മറ്റു ഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞൊരു കാര്യമല്ല. ജന്മജാതകത്തിലും കൂടി പാതകമാണെങ്കിൽ ഒട്ടും പറയുകയേ വേണ്ട. അതുപോലെ തന്നെ ഇവിടെ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ സർപ്പമാണ് നിലകൊള്ളുന്നത്. അപ്പോൾ സർപ്പം 11ാം ഭാവത്തിൽ നിലകൊള്ളുന്നത് നമുക്ക് എന്തായാലും ഉയർന്ന ചിന്താഗതികൾ, ഉയർന്ന വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹങ്ങളൊക്കെ വരും ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കടങ്ങളൊക്കെ വാങ്ങി വീട് വയ്ക്കാനൊക്കെ ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. മറ്റുള്ള പല കാര്യങ്ങൾക്കും, കല്യാണം പോലുള്ള കാര്യങ്ങൾക്ക് കടം വാങ്ങിയൊക്കെ ചിലവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വരും. പക്ഷേ ഈ സർപ്പത്തിന്റെ ഇതെന്താ വെച്ചാൽ, സർപ്പം എപ്പോഴും നമ്മളെ ടോപ്പിലേക്ക് കൊണ്ട് നയിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ്. എന്തും ഉയർന്ന ചിന്താഗതി പ്രാപ്തമാക്കുന്ന ഗ്രഹമാണ്. സ്ത്രീകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ കൊണ്ടുപോയി നിർത്തി നമുക്ക് പണി വാങ്ങിച്ച് പണി ഇരന്ന് കുടുംബത്തിന് തരുന്ന ഒരു സാഹചര്യം ഈ സർപ്പത്തിനുണ്ട്. അപ്പൊ എപ്പോഴും രണ്ട് ചിന്താഗതി നിങ്ങളിലേക്ക് പ്രാപ്തമാകുന്ന സാഹചര്യം പോലും. അതുപോലെ നിങ്ങൾക്കൊപ്പം തന്നെ തൊഴിലിടങ്ങളിലൊക്കെ ആണെങ്കിൽ ധാരാളം ജോലിക്കാരെയൊക്കെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകും. വീട്ടിലാണെങ്കിലും ശരി, ജോലിക്കാരെയൊക്കെ വെച്ച് ഉള്ള ഒരു വീടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ധാരാളം പണമൊക്കെ നിങ്ങൾക്ക് നൽകും. അതുപോലെ ദീർഘായുസൊക്കെ പ്രധാനം. ഈ സർപ്പം 11 നിന്നാൽ എന്തായാലും ദീർഘായുസിന് കുറവൊന്നും ഉണ്ടാവില്ല. ഐശ്വര്യം, സമ്പത്ത് ഒക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം എന്തായാലും 11 സർപ്പം തീർച്ചയായിട്ടും നൽകും. അതുപോലെ തന്നെ ENT സംബന്ധപ്പെട്ട വിഷയവും തരും. കാതുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെവിക്ക് കേൾവി കുറവുണ്ടാക്കി തരിക, പൊടുന്നതിനെ എന്തെങ്കിലും വന്ന് കാതിനുള്ളിൽ കടന്നു കയറി പോവുക, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ചെവി സംബന്ധപ്പെട്ട പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് നല്ല ചെവി വേദനയൊക്കെ വരും. പക്ഷേ സർപ്പം ഇത്തരത്തിൽ ടോപ്പിലെ ഒരു ചിന്ത നൽകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള അതിൻ്റെതായ ഡയറക്ഷനിൽ ഇവിടെ കേതു ഉണ്ടെന്നുള്ള കാര്യം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആ ഒരു പ്രഭാവത്തിൻ്റെതായ രീതിയിൽ കേതു 5ാം ഇടത്ത് നിൽക്കുന്നുണ്ട്. ഒരല്പം ജാഗ്രത കൂടി നമ്മൾ വേണം. കാര്യം വെച്ചാൽ ഇവിടെ പോസിറ്റീവായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കേതു എന്തായാലും വലിച്ചെടുത്ത് താഴത്തേക്ക് തന്നെ കൊണ്ടുപോകും. നിങ്ങൾ നല്ലതെന്ന് വിചാരിച്ച് ചിന്തിച്ച് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തന്നെ വരും. അപ്പോൾ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടെ എന്തായാലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന രീതിക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്കത് വിജയമാവും. ഇപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്ന രീതിക്കാണെങ്കിൽ 100% നിങ്ങൾക്ക് അവിടെ തോൽവിയും വരും. ജോലിയിൽ ഒരു പ്രൊമോഷൻ വേണം, എനിക്കത് കിട്ടും ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ കേതു വലിച്ച് താഴത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് തൊട്ട് താഴെയുള്ള ആളെ മുകളിൽ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് എപ്പോഴും നമ്മൾ കിട്ടിയാൽ കിട്ടട്ടെ, നടക്കുന്നത് നടക്കട്ടെ, ഈ രീതിക്ക് ഒരു ചിന്താഗതി കൊടുത്താൽ 100% നിങ്ങൾക്ക് കേതു പറയുന്ന രാഹു തരുന്ന ആ ഒരു നല്ലത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ 12ാം ഭാവത്ത് നിൽക്കുന്ന ചൊവ്വയും ശനിയും, 12ാം ഇടം എന്ന് വെച്ചാൽ നമുക്ക് വ്യയസ്ഥാനമാണ്. എന്തും ഏത് നഷ്ടങ്ങളുടെ സ്ഥാനം. കാശ് ചിലവാകുന്നതൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്കേ ചിലവാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ നോക്കുന്ന പോലെ 12ൽ നിൽക്കുന്ന ചൊവ്വ നമുക്ക് ഏറ്റവും അധികം നന്മയാണോ നൽകുന്നത് നോക്കാം. ഇവിടെ ഭാര്യ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ജാഗ്രത വേണം. കുടുംബപരമായ കലഹങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാകാതെ ഇരിക്കുന്നത് നിങ്ങളാൽ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രാശിക്കുള്ളിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനാണ് വലുതെന്ന ചിന്താഗതി പ്രാപ്തമാക്കും. അത് ഭാര്യയോടാണെങ്കിൽ അത് ഭാര്യ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യത്തിലേക്കും കോടതി കേസ് വഴക്കിലേക്കും പോകുന്ന ഒരു കാര്യം വരും. ഇതൊക്കെ തന്നെ ഇപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ ആയിരിക്കാം. കാരണം നിമിഷങ്ങൾ മതി ഒരു കുടുംബമൊക്കെ തകർന്നു തരിപ്പണമായി പോകാൻ. അതുകൊണ്ട് അതുപോലെ ഭാര്യ സംബന്ധപ്പെട്ട ഇടത്തിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് രോഗാവസ്ഥകളോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ 100% അതിൻ്റെതായ ഒരു ഫലം ഒക്കെ വരും. അവിടെ മെഡിസിൻ സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നെത്തും. അതുപോലെ തന്നെ ഇവിടെ ധനനഷ്ടമൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരും. വിദേശത്തുള്ളവർക്കും ഈ ഒരു കാലഘട്ടത്തിൽ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ വന്നു ചേരും. ഇവിടെ ചൊവ്വ ആർക്കൊപ്പം നിൽക്കുന്നതാണ്? ശനിക്കൊപ്പമാണ് ചൊവ്വ നിൽക്കുന്നത്. ഈ മാസം വളരെ അധികം സൂക്ഷിക്കണം. കാരണം അനാവശ്യമായ കൂട്ടുകെട്ടുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തുചാട്ടങ്ങളോ വണ്ടി വാഹനങ്ങളൊക്കെ ഓവർ ഡ്രൈവ് ചെയ്യുക, മദ്യപിച്ച് ഓടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എപ്പോൾ ജയിലിലായി എന്ന് കേട്ടാൽ മതി. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ മറയ്ക്കപ്പെട്ട ചില കാര്യങ്ങൾ, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നു, ഇതൊക്കെ പിഴവുകളായി വരികയും അവിടെ
ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യണം, വളരെ ജാഗ്രതപൂർവ്വം ശ്രദ്ധാപൂർവ്വം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ജയിലിൽ കയറുന്ന സാഹചര്യം ഇപ്പോൾ ഈ മാസത്തിൽ ഉണ്ടെന്നുള്ള കാര്യം മെയ് മാസത്തിലുണ്ട്. കാരണം ചൊവ്വയ്ക്കൊപ്പം നിൽക്കുന്നത് ശനീശ്വരൻ കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാണ്. ചൊവ്വയ്ക്കൊപ്പം ശനി കൂടി നിന്നാൽ തനിത്തനിയായിട്ട് ചിന്തിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. പക്ഷേ രണ്ടുപേരും കൂടെ കൂടിയാൽ അത് വിനയം തന്നെയാണ്. കാര്യം ഉപദേശങ്ങൾ കേൾക്കാൻ മനസ്സ് ഇവിടെ വ്യാഴം എന്തായാലും മേടൻ രാശിക്കാർക്ക് തരില്ല. എനിക്കറിയാവുന്ന ഭാവം തരും, അല്ലെങ്കിൽ അയാളുടെ വാക്ക് ഞാൻ എന്തിനു കേൾക്കുന്ന ഭാവം തരും. അതുപോലെ വീട്ടിലാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള മേടൻ രാശിയിൽ പറഞ്ഞ കുട്ടികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാർ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പം നേരെ ചെന്ന് കയറുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. ഇല്ലാത്തടത്ത് കേസുണ്ടാക്കി തന്നിരിക്കും ഈ ശനിയും ചൊവ്വയും. 100% അതാണ്. കുടുംബത്തിൽ ഭാര്യയെ തല്ലുകയാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് മറിഞ്ഞടിച്ച് വീഴും, വല്ലയിടത്തും നിന്ന് തലയിടിക്കും. പോലീസ് കേസ് എപ്പോൾ വന്നൊന്ന് കേട്ടാൽ മതി. കാര്യം രണ്ടുപേരും ഈ ജയിലുമായും പോലീസുമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. ചൊവ്വ എന്ന് വെച്ചാൽ ആർമി, സൈന്യവും ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഇതാണ്. പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് ചൊവ്വ. അത് മറഞ്ഞിരുന്നു കൊണ്ട് ചെയ്യാനാണെങ്കിൽ പറയുകയും വേണ്ട, നേരെ നിന്നാലേ നമുക്ക് താങ്ങില്ല, മറഞ്ഞു നിന്നാൽ പിന്നെ പറയണം. അപ്പോൾ മേടൻ രാശിക്കാരുടേതായ അഗ്രസീവായിട്ടുള്ള ഒരു ഭാവത്തെ ഒന്ന് കുറച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി കിട്ടാമെന്ന ഒരു മുന്നറിയിപ്പാണ് ഞാനിവിടെ നൽകുന്നത്. തികച്ചും അപ്രാപ്യമായ ഫലമൊന്നുമല്ല, പ്രാപ്യമായ ഫലം തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. അനുസരണാശീലം, കേൾക്കാനുള്ള മനസ്സ്, ഇതൊക്കെ നല്ല ഫലത്തെ നൽകും. അങ്ങനെയെങ്കിൽ ശനിയെ തനിച്ച് ചിന്തിച്ചാലോ, 12ലെ ശനിയെ നമ്മളൊന്ന് തനിയെ ചിന്തിച്ചാലോ? ഇപ്പോൾ കൂട്ടുചേർന്നാൽ ഇങ്ങനെയുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ശനി തനിച്ച് 12 നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫലം കിട്ടുമെന്ന് വെച്ചാൽ, ഇവിടെ കണ്ണ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പ്രശ്നം, പ്രായാധിക്യമുള്ളവർക്ക് കണ്ണിന് 45 വയസ്സിന് ശേഷമുള്ളവർ കണ്ണിന് കാഴ്ചക്കുറവും പ്രശ്നങ്ങളും ഒക്കെ എന്തായാലും വരും. പണമില്ലാതെ വളരെയധികം കഷ്ടപ്പെടും. ഒന്നാമത്തെ കാര്യം, സർക്കാർ പെൻഷൻ പോലും കൊടുക്കുന്നില്ലെന്നാണ് സ്ത്രീകളുടെ പരാതി. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രശ്നത്തിന് അതിൻ്റെതായ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും. പിന്നെ എന്താ വെച്ചാൽ എല്ലായിടത്തും തോൽവിയും അവമാനവും അവഗണനയും തനിച്ചു നിന്ന ശനി ചെയ്യും. അതുപോലെ മറ്റ് ദേശത്തുള്ളവരാണെങ്കിൽ ഇപ്പോൾ തൊഴിലൊക്കെ ഇല്ലാതെ ഒരു അല്പം അലയുന്ന സാഹചര്യം, അതുകൊണ്ട് ഉള്ള തൊഴിൽ വലിച്ചെറിയാതെ ഇരിക്കുന്നത് നന്നായിരിക്കും. തൊഴിലിടങ്ങളിൽ മേധാവികളോട് ആക്രോശത്തോടു കൂടി ഇടപെടുക. എനിക്കറിയാം പോടാ എന്ന് പറയുന്ന സാഹചര്യമാണെങ്കിൽ എപ്പോൾ തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞെന്ന് കേട്ടാൽ മതി. അപ്പോൾ ഈ ഒരു മാസം ഗുണമാണ്. കാര്യം ഇവിടെ നിങ്ങൾ അഗ്രസീവായിട്ട് ചിന്തിപ്പിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം സൂര്യനാണ്. രണ്ടാമത്തെ കാര്യം, ഉപദേശങ്ങൾ നീ കേൾക്കണ്ട എന്ന് പറയുന്നത് ഇവിടെ വ്യാഴമാണ്. അതുപോലെ കുടുംബസ്ഥാനത്ത് കയറി ഇടപെടുന്നത് മൊത്തം സ്ത്രീകളാണ്. അപ്പോൾ ഈ 3 വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമാണ്. രാഹുവും കേതുവും പ്രശ്നകാരകങ്ങളൊന്നുമല്ല. നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ സർപ്പം നല്ലത് തരാമെന്ന് പറയുന്ന, നീ ഒരല്പം വേഗത കുറച്ചാൽ അതിനെ ഞാൻ കുറച്ചുകൂടി ടോപ്പപ്പ് ചെയ്തെന്ന് കേതുവും പറയുന്നു. അപ്പോൾ ഇങ്ങനെ രാഹുവിനെയും കേതുവിനെയും കുറ്റം പറയുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ ഒരല്പമെങ്കിലും ആദരവ് തരാനായിട്ട് നിൽക്കുന്നത് രാഹുവും കേതുവും മാത്രമാണ്. ഒരല്പം വേഗത കുറച്ച് ഒരല്പം പതിയെ മതി എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും. അഗ്രസീവ് ആണെങ്കിൽ അകത്ത് പോവുകയും ചെയ്യും.